സാമന്ത പ്രഭു നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആഘോഷിക്കുന്ന ഒരു താരം. വളരെ ശ്രദ്ധയോടെ അവർ കെട്ടിപ്പടുത്ത ഒരു പബ്ലിക് ഇമേജുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഇമേജ് തന്നെ ഒരു വിചാരണ നേരിടുകയാണ്. ഒരു വൈറൽ വീഡിയോ, അതാണ് എല്ലാത്തിനും തുടക്കം. ആ വീഡിയോ ഉയർത്തിയ ചില ചോദ്യങ്ങൾ അവരുടെ ബ്രാൻഡിന്റെ അടിത്തറയെ തന്നെ പിടിച്ചുലയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ആരോപണങ്ങൾ? നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന താരങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ, ഈ പെർഫെക്റ്റ് ജീവിതത്തിന് പിന്നിൽ എന്തായിരിക്കും സത്യം? അവർ കാണിക്കുന്ന ആ വ്യക്തിത്വവും അവരുടെ യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള അതിരുവരമ്പ് എവിടെയാണ്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഈ ചർച്ചകൾക്കെല്ലാം കാരണം ഒരൊറ്റ യൂട്യൂബ് വീഡിയോ ആണ്. നടി സാമന്ത പ്രഭുവിന്റെ ആത്മാർത്ഥതയെ, അവർ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ ആ വീഡിയോ ചോദ്യം ചെയ്യാണ്. ഈ ഒരു വിശകലനത്തിൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോവാണ്. ഓർക്കുക, ഞങ്ങളിവിടെ ഒരു വിധി പറയുന്നില്ല, പകരം ആ ആരോപണങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു, അത്രമാത്രം. അപ്പോ ശരി, നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. എന്താണ് സാമന്ത പ്രഭു എന്ന ബ്രാൻഡ്? അവർ പൊതുസമൂഹത്തിനു മുന്നിൽ എങ്ങനെയാണ് സ്വയം അവതരിപ്പിക്കുന്നത്? അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇത് സാമന്തയുടെ തന്നെ വാക്കുകളാണ്. കേട്ടില്ലേ? ക്ലീൻ, ഹെൽത്തി, വീഗൻ, സസ്റ്റൈനബിൾ. അതായത് പ്രകൃതിയോടിണങ്ങി, മൃഗങ്ങളെ ദ്രോഹിക്കാതെ ആരോഗ്യകരമായ ഒരു ജീവിതം. ഇതാണ് അവരുടെ ബ്രാൻഡിന്റെ കോർ ഐഡിയ. എന്നാൽ നമ്മൾ പരിശോധിക്കുന്ന ആ സോഴ്സ് വീഡിയോ പറയുന്നത് ഈ അടിത്തറയിലാണ് ആദ്യത്തെ വിള്ളൽ വീഴുന്നത് എന്നാണ്. ഇനി ദ സ്പിൽ ബി എന്ന യൂട്യൂബ് ചാനൽ അവരുടെ ഒരു വീഡിയോയിൽ ഉന്നയിച്ച ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നൊരു സെഗ്മെന്റ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്നൊരു സംഭവം, പക്ഷെ അവിടെ നിന്നാണ് ഈ വലിയ ചർച്ചകൾക്ക് തീ പിടിക്കുന്നത്. ആ വീഡിയോയിൽ സാമന്ത തന്റെ ബാഗ് തുറന്ന് ഓരോ സാധനങ്ങളായി കാണിക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഒരു ജപമാല. അവര് പറയുന്നു, ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, എപ്പോഴും മനഃശാന്തിക്ക് വേണ്ടി ഇത് കയ്യിൽ കരുതും എന്നൊക്കെ. വളരെ നല്ല കാര്യം. പക്ഷേ ആ ജപമാല ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഹെർമേസ് ബാഗിനകത്ത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, അതിനെന്താ, ഒരു സെലിബ്രിറ്റിയല്ലേ, വില കൂടിയ ബാഗ് ഉപയോഗിച്ചൂടെയെന്ന്? സാധാരണഗതിയിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെയാണ് ആ യൂട്യൂബ് ചാനൽ ഒരു വലിയ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ദാ ഈ ടേബിൾ നോക്കൂ, ഇതാണ് അവരുടെ വാദത്തിന്റെ കാതൽ. ഒരു വശത്ത് ആത്മീയതയുടെ പ്രതീകമായ ജപമാല, മറുവശത്ത് സോഴ്സ് ആരോപിക്കുന്നതനുസരിച്ച് ആ ജപമാല ഇരിക്കുന്നത് ഒരു ഇളം കാളക്കുട്ടിയുടെ തുകൽ കൊണ്ടുണ്ടാക്കിയ ബാഗിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ക്രൂരതയില്ലാത്ത വീഗൻ ജീവിതരീതിയെപ്പറ്റി സംസാരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു ലക്ഷറി ലെതർ ബ്രാൻഡിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റും? ഒരു വശത്ത് പറയുന്ന മൂല്യങ്ങളും മറുവശത്ത് ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഇതാണ് അവരുന്നയിക്കുന്ന പ്രധാന ചോദ്യം. അപ്പോ നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇതൊരു അബദ്ധം പറ്റിയതാണോ, അതോ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണോ? ഈ ചോദ്യം ആ ബാഗിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇനിയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമേറിയ അടുത്ത ആരോപണത്തിലേക്ക് പോകുന്നത്. ജീവിതശൈലിയിലെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും മാറി ഇനി നമ്മൾ കടക്കുന്നത് അവരുടെ വ്യക്തിജീവിതത്തിലെ ഒരു പ്രധാന ഏടിലേക്കാണ്. സംവിധായകൻ രാജ് നിഡിമോറുമായുള്ള സാമന്തയുടെ ബന്ധത്തിന്റെ ടൈംലൈൻ. ഇവിടെയും കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്നാണ് സോഴ്സ് വീഡിയോ വാദിക്കുന്നത്. നോക്കൂ, ഈ ബന്ധത്തെപ്പറ്റി 2 വേർഷൻ കഥകളുണ്ട്. ഒഫീഷ്യൽ വേർഷൻ എന്താണെന്ന് വെച്ചാൽ, രാജിന്റെ ഡിവോഴ്സ് 2022 കഴിഞ്ഞു. അതിനുശേഷം മാത്രമാണ് സാമന്ത അദ്ദേഹവുമായി റിലേഷൻഷിപ്പിലാകുന്നത്. ഒരു ക്ലീൻ സ്റ്റോറി. പക്ഷേ സോഴ്സ് വീഡിയോയുടെ ആരോപണം അതല്ല. അവര് പറയുന്നത്, രാജ് വിവാഹിതലായിരിക്കുമ്പോൾ തന്നെ ഈ ബന്ധം തുടങ്ങി. ഈ 2022 ഡിവോഴ്സ് കഥയൊക്കെ പിന്നീട് പബ്ലിക് ഇമേജ് ക്ലീൻ ആക്കാൻ വേണ്ടി പ്ലാന്റ് ചെയ്തതാണ്, അതായത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ്. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് അവരുടെ ഏറ്റവും വലിയ തെളിവായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത്. 2022 ഡിവോഴ്സായി എന്ന് പറയുന്നു. പക്ഷെ അന്ന് അങ്ങനൊരു വാർത്തയെ വന്നിട്ടില്ല. അതിനുശേഷം 2023 പോലും രാജിന്റെ അന്നത്തെ ഭാര്യ ശ്യാമലി ഡേ ഭർത്താവിനൊപ്പമുള്ള ഹാപ്പി ആനിവേഴ്സറി പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് 2025 പകുതിയാകുമ്പോഴേക്കും, അതായത് ഇവരുടെ കല്യാണത്തിന് തൊട്ടുമുമ്പ്, അയ്യോ ഡിവോഴ്സ് 2022 കഴിഞ്ഞതാണ് എന്ന് പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഒരുമിച്ച് പൊങ്ങി വരുന്നു. തൊട്ടു പിന്നാലെ കല്യാണവും അനൗൺസ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നില്ലേ? ഇതാണ് സോഴ്സ് ചോദിക്കുന്ന ചോദ്യം. അപ്പോ എന്താണ് ഈ പ്ലാന്റ് ചെയ്ത വാർത്ത? ആ വീഡിയോയിലെ സിദ്ധാന്തമനുസരിച്ച് കല്യാണം അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് സാമന്തയുടെ ഇമേജ് സംരക്ഷിക്കണം. വേറൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്നൊരു ചീത്തപ്പേര് വരരുത്. അതിനുവേണ്ടി ഒരു PR ടീം മനഃപൂർവ്വം ഡിവോഴ്സ് പണ്ടേ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് പഴയ ഡേറ്റ് വെച്ച് വാർത്തകൾ പടച്ചുവിട്ടു. ഇതാണ് അവരുടെ തിയറി.
ഈ ആരോപണങ്ങളെ നെഗറ്റിവിറ്റിയെക്കുറിച്ചുള്ള സാമന്തിയുടെ തന്നെ മുൻ പ്രസ്താവനകളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം സോഴ്സ് വീഡിയോ കണ്ടെത്തുന്നത്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം ചോദ്യോത്തരവേളയിൽ സാമന്ത പറഞ്ഞ വാക്കുകളാണ്. എന്റെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഞാൻ എന്റെ പേജ് എപ്പോഴും ക്ലീനായി സൂക്ഷിക്കും. ഓക്കെ, നല്ല കാര്യം. സ്വന്തം സ്പേസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ തൊട്ടു പിന്നാലെ ആ വീഡിയോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും. നിങ്ങളുടെ കഥയിൽ നെഗറ്റിവിറ്റിയെ ബ്ലോക്ക് ചെയ്യാം, പക്ഷേ മറ്റൊരാളുടെ കഥയിൽ ആരാണ് ആ നെഗറ്റിവിറ്റി? അതായത് രാജിന്റെ മുൻ ഭാര്യ ശ്യാമലി ഡേയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന നെഗറ്റിവിറ്റി ആരായിരുന്നു? ഈ ചോദ്യത്തിനു മുന്നിൽ നമ്മൾ ഒരു നിമിഷം നിശബ്ദരായിപ്പോകും, അല്ലേ? അപ്പോ ഇതെല്ലാം കൂട്ടിവായിക്കുമ്പോൾ ആ യൂട്യൂബ് വീഡിയോ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ വാദങ്ങളുടെ ആകെ തുക എന്താണ്? നമുക്ക് ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട 3 ആരോപണങ്ങളൊന്ന് ചുരുക്കിപ്പറയാം. ഒന്ന്, സുസ്ഥിരവും ക്രൂരതയില്ലാത്തതുമായ ജീവിതശൈലി എന്ന വാദവും ലക്ഷറി ലെതർ ബാഗിന്റെ ഉപയോഗവും തമ്മിലുള്ള വൈരുദ്ധ്യം. 2, വളരെ ഇമോഷണലായി അവതരിപ്പിക്കുന്ന ഒരു പ്രണയകഥയും അതിന്റെ പിന്നിലെ സംശയാസ്പദമായ ടൈം ലൈനും. പിന്നെ മൂന്നാമത്തേത്, സ്വന്തം ഇടം ക്ലീനായി സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കുടുംബത്തിന്റെ തകർച്ചയിൽ ആരോപിക്കപ്പെടുന്ന പങ്കും. ഈ ചർച്ചയെ സാമന്ത എന്ന വ്യക്തിയിൽ മാത്രം ഒതുക്കാതെ നമുക്കെല്ലാവർക്കും പ്രസക്തമായൊരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്ത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥതയുടെ യഥാർത്ഥ വില എന്താണ്? നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഇമേജും നമ്മുടെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം എത്രത്തോളം വലുതാകാം? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതോ ഇതൊരു വ്യക്തിപരമായ ആക്രമണമായി കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇതുപോലുള്ള വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.